സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇക്കയാണോ? Sorry. ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. എന്ത് പറ്റി മോളെ? അവളെ എടുത്ത് കട്ടിൽ കിടത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവളിവിടെ കിടക്കട്ടെ. നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ, ആ കഥ അടച്ചേക്കണേ. ബാലേട്ടാ, ബാലേട്ടാ, കാപ്പി. എന്ത് ചെയ്യാനാ? നല്ലൊരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയോ, ഓഫീസിൽ പോണ്ട. ആ കേറിക്കേ. ഈ ബാഗ് പിടിച്ചേ. അമ്മേ, ഞാൻ കോളേജിൽ പോകുന്നു. പോയിട്ട് വാ മോളെ. അമ്മമ്മ
എന്താ രീതി കിടക്കുന്നതൊക്കെ? അല്ല, ഇതാരാ മോളെ? ഈശ്വരപള്ളിക്കും കൂടെ ഒരു കാപ്പി. വേണ്ട മോളെ, എടുക്കണ്ട. ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഈശ്വരപള്ളി ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് എവിടെ പോകാനാ? അപ്പൊ അപ്പുറത്തെ ജോലി പോയത് തന്നെയല്ലേ? 3 ദിവസം രാപകലില്ലാതെ ഞാൻ ആ വരാന്തയിൽ കുത്തിയിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഞാൻ മുമ്പിൽ ചെന്ന് തോന്നും. കൊച്ചമ്മ ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവസാനം മടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോന്നു. വല്ലാത്ത മനസ്സാ അല്ലേ? അതിനൊരു കാര്യമുണ്ട് മീനാക്ഷി അമ്മേ. ഈ ജീവോരന്റെ ശിക്ഷിച്ചവരുടെയും തൂക്കുമരത്തി കയറ്റിയവരുടെയും കണ്ണീര് കണ്ട് കണ്ട് അവരുടെ മനസ്സ് പാറയായിപ്പോയി. പാറയുണ്ടോ അലിയാൻ പോകുന്നു, അത് തല്ലിപ്പൊട്ടിക്കണം. എന്റെ ഗീതമോൾ അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നോ എന്തോ. അത് ബാലകുഞ്ഞിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കുടിച്ചോ കുടിച്ചോ. കല്യാണം കഴിഞ്ഞ് ദിവസം കുറെ ആയില്ലേ? അവരെ 1-ാം വിരുന്നിന് കൊണ്ടുപോവുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെന്നാണ് വരേണ്ടത്? 1-ാം വിരുന്നും 2-ാം വിരുന്നും അതൊക്കെ പഴയ ഏർപ്പാടല്ലേ? പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് ആ അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞു, അതോടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടിങ്ങോട്ടുള്ള ഈ പോക്കും വരെ ഒന്നും വേണ്ട. ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മനുഷ്യ, അവനെ പ്രസവിച്ച ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടുവന്ന് വേണ്ടാന്ന്. പിന്നെ അവന്റെ അഭിപ്രായം എന്തിനു അന്വേഷിക്കണം? അല്ല, അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. എന്റെ മകന്റെ ഭാര്യ വീടാണെന്നും പറഞ്ഞ് അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ അവരെ അയക്കില്ല. മോളെ, ബാലകൃഷ്ണൻ എവിടെ? അകത്തുണ്ടച്ച. ഞാൻ വരട്ടെ? എല്ലാം ഞാൻ കേട്ടു. ഞാനത് നേരത്തെ കണ്ടതാണ്, പറയുകയും ചെയ്തിരുന്നു. സാരല്ല, അമ്മ അറിയാതെ ഞങ്ങൾ വരാം. വേണ്ട, വരണ്ട. ഒളിച്ചു വരാൻ അത് രഹസ്യ വീടൊന്നുമല്ല. ഈ ജലോത്സവം കാണാൻ വന്നിട്ടുള്ള നിങ്ങൾക്കേവർക്കും നാട്ടാശ്ശേരി ബോട്ട് ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ചുണ്ടൽ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം, പാർത്ഥസാരഥി, കല്ലുപ്പറമ്പൻ, കുളിക്കുന്ന് എന്നീ ചുണ്ടൽ വള്ളങ്ങൾ റോയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നതാണ്. വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി, അതാണ് അല്പം വൈകിയത്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് പരിശീലനമേ. ഉണ്ണി എവിടെ? അവൻ ബോൾ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. മരുമകൾ വീട്ടിലില്ലേ? ഉണ്ട്. അവളെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. തമ്പി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൾ? ആരെങ്കിലും ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തും? പാലിന് വിഷമം തോന്നൂല്ലേ? തോന്നണം. അങ്ങനെയെങ്കിലും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. മത്സരം ആരംഭിച്ചു. ഇരിക്കണം.